കുടുംബജീവൻ നയിക്കുന്ന ഒരാളുണ്ട് എന്റെ വീട്ടിൽ, എന്റെ അനിയത്തിയും ഭർത്താവും എങ്ങനെ ജീവിക്കുന്നറിയാവോ? അയാള് എവിടെ പോണേലും അവള് കൂടെ പോകും. അയാൾ വിളിക്കും, രാവിലെ നമുക്ക് നടക്കാൻ പോകാം. അവർ ഒരുമിച്ച് പോകും. പാർക്കിൽ പോകാം, സിനിമയ്ക്ക് പോകാം. അങ്ങനെ അവർ ഒരുമിച്ച് പോകും. ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു, അവള് വരണ്ടേ? ആര്? നിന്റെ അനിയത്തി. അല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മോൾ ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയാൽ മതി. പറ്റത്തില്ല ചേട്ടാ, ചേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ എന്നോട് പറയണം, ഞാൻ അത് ഉണ്ടാക്കി തരും. നിർബന്ധം പിടിക്കില്ല, നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കും. ചുമ്മാ കളി എടുക്കല്ലേട്ടാ, കൊഞ്ചല്ലേ. ചേട്ടന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കൂ. ശരി, ഒരു കാര്യം ചെയ്യും, നമുക്ക് പുട്ടുണ്ടാക്കും. പുട്ട് വേണ്ട, നെഞ്ചരിച്ചില്ലല്ലേ. എന്നാ പിന്നെ ദോശ ഉണ്ടാക്കും. ദോശ വേണ്ട, ഇനിയിപ്പൊ അരി ഉഴുന്നൊക്കെ ഇട്ടിട്ട് അത് അരച്ചു വരുമ്പോ ഒത്തിരി സമയം എടുക്കത്തില്ലേ? ഇഡലി ഉണ്ടാക്കിയല്ലേ? ആരാണ്ട സഞ്ചാരം നടക്കുന്ന ഇവിടെ ഇഡലി ഇന്നാനെ. എന്നാ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് വേണ്ട, അതും നെഞ്ചരി. എന്നാ പിന്നെ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക്. വേണ്ട, ചേട്ടന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കും. എടി രാജേഷ് പറയണേ, ഓന്റെ ഭാര്യ എന്ന് വീട്ടിൽ കയറി വന്നോ അന്ന് തുടങ്ങിയാണ് ഓന്റെ പ്രശ്നങ്ങൾ. നിങ്ങള് ഭാര്യമാരെ കളിയാക്കൊന്നും വേണ്ട, ഭാര്യമാര് വീട്ടിലെ വിളക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-4 വിളക്കൂടി കത്തിച്ചാലോ, നല്ല വെളിച്ചം കിട്ടൂലേ? ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ, അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണ്, മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ, മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. ഫിനിഷ്. സ്വിച്ച് ഇട്ടോ. അപ്പൊ ഇതോ എന്തോ ചേട്ടൻ ഫാനി നൂരിട്ട് എന്റെ അടുത്ത് പിടിക്കാൻ തന്നെ. ഇപ്പൊ ശരിക്കും ഫിനിഷ്. സ്വിച്ച് ഇട്ടോ. എന്തോ അടുക്കളയിൽ മിക്സി ഓണായി. മോനെ, അമ്മയോട് പറയുന്നത് ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് കേട്ടോ. നമുക്കിനി ഫാന്റെ സ്വിച്ച് എവിടാന്ന് കണ്ടുപിടിക്കാം.